IPL-നായി ഏറെ ആവേശത്തോടെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർ കാത്തിരിക്കുന്നത്. സഞ്ജു സാംസൺ എത്തിയതോടെ ചെന്നൈയുടെ ബാറ്റിംഗ് നിരയുടെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് സീസണുകളായി ചെന്നൈ ടീമിന് വേണ്ടി റൺസ് അടിച്ചുകൂട്ടുന്ന താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളത്. ഇവരിൽ ആരായിരിക്കും പുതിയ സീസണിൽ ചെന്നൈ ടീമിന്റെ മികച്ച റൺവേട്ടക്കാരൻ? സാധ്യതകൾ നോക്കാം. 2019 അടിസ്ഥാന വിലയായ 20 ലക്ഷം രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് താരമായി മാറിയ ഋതുരാജ് പടിപടിയായി ടീമിന്റെ നായക സ്ഥാനത്തേക്ക് വളരുകയായിരുന്നു. സഞ്ജു സാംസണും യുവതാരമായി രാജസ്ഥാനിലെത്തി പിന്നീട് ക്യാപ്റ്റനായി മാറിയ താരമാണ്. ഇക്കുറി ക്യാപ്റ്റൻസിയുടെ ഭാരമെല്ലാം ഒഴിവാക്കി ഒരു ടോപ്പ് ഓർഡർ ബാറ്ററായാണ് സഞ്ജു IPL-നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈ ടീമിലെ റൺവേട്ടക്കാരനായി മാറാൻ സഞ്ജുവും ഋതുരാജും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 5 സീസണുകളിൽ 3ലും ഋതുരാജ് ആയിരുന്നു ചെന്നൈ ടീമിന്റെ മികച്ച റൺവേട്ടക്കാരൻ. 2021 സീസണിൽ 635 റൺ സ്കോർ ചെയ്ത ഋതുരാജ് ഗെയ്ക്വാദ് IPL-ലെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. 2022 സീസണിലും 362 റൺസ് നേടിയ ഋതുരാജ് ആയിരുന്നു ചെന്നൈ ടീമിന്റെ മികച്ച റൺവേട്ടക്കാരൻ. 2023 670 റൺസ് നേടി ഡെവൺ കോൺവേ ഈ സ്ഥാനത്ത് തട്ടിയെടുത്തെങ്കിലും 590 റൺസുമായി ഋതുരാജ് തൊട്ടു പിന്നിലുണ്ടായിരുന്നു. 2024 വീണ്ടും ഋതുരാജ് ചെന്നൈ ടീമിനായി ഏറ്റവും അധികം റൺസ് നേടിയ താരമായി മാറി. 2025 പരിക്ക് കാരണം IPL-ൽ നിന്ന് പുറത്തായ ഋതുരാജ് 5 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 2 അറസ്റ്റുകളടക്കം 120 റൺസ് നേടിയ ഋതുരാജ് പുതിയ സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് ഉറപ്പാണ്. ഋതുരാജിന്റെ പ്രഭാവത്തിൽ ശിവൻ ദുബെയാണ് 2025 ചെന്നൈ ടീമിനായി കൂടുതൽ റൺസ് അടിച്ചത്. ഇതിനകം 3 തവണ ചെന്നൈ ടീമിന്റെ മികച്ച റൺവേട്ടക്കാരനായ ഋതുരാജ് ഇക്കാര്യത്തിൽ സുരേഷ് റൈനക്കൊപ്പം ഈ റെക്കോർഡ് പങ്കിടുകയാണ്. ചെന്നൈ ടീമിനായി 71 മത്സരങ്ങളിൽ നിന്ന് 2502 റൺസ് നേടിയ ഋതുരാജ് IPL-ൽ 2 സെഞ്ചുറികളും 20 അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കിയിട്ടുണ്ട്. മറുവശത്ത് സഞ്ജു സാംസണും റൺസ് അടിച്ചുകൂട്ടുന്നതിൽ പിശുക്ക് കാണിക്കാറില്ല. 2020-21 എന്നീ 2 സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും അധികം റൺസ് നേടിയത് സഞ്ജു സാംസണായിരുന്നു. പരിക്ക് കാരണം കഴിഞ്ഞ സീസണിൽ 9 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു 285 റൺസാണ് സ്കോർ ചെയ്തത്. രാജസ്ഥാൻ റോയൽസിന്റെ എക്കാലത്തെയും മികച്ച റൺവേട്ടക്കാരൻ കൂടിയാണ് സഞ്ജു. 155 മത്സരങ്ങളിൽ നിന്ന് രാജസ്ഥാന് വേണ്ടി 4219 റൺസാണ് സഞ്ജു സ്കോർ ചെയ്തിട്ടുള്ളത്. 2ാം സ്ഥാനത്തുള്ള അജിങ്ക്യ രഹാനെ 1000-ലധികം റൺസിന് പിന്നിലാണെന്നത് ഇതുമായി ചേർത്ത് വായിക്കണം. 2020 ലോകകപ്പിൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജു IPL-ലും മിന്നിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചെന്നൈ ആരാധകർ. തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തിയാൽ ഇക്കുറി ചെന്നൈ ടീമിലെ റൺവേട്ടക്കാരനാകാനുള്ള മത്സരത്തിൽ ഋതുരാജിന് വലിയ വെല്ലുവിളിയായി സഞ്ജുവും ഉണ്ടാകും. ആരോഗ്യകരമായ ഈ മത്സരം കൊണ്ട് ചെന്നൈ ടീമിന് തന്നെയാണ് ഗുണം ലഭിക്കുക. ടോപ്പ് ഓർഡറിൽ 2 താരങ്ങളും മത്സരിച്ച് റൺ സ്കോർ ചെയ്താൽ ചെന്നൈ ബാറ്റിംഗ് നിരക്കെതിരെ എതിരാളികൾ വിയർക്കും. ഓപ്പണിംഗിലെയും ടോപ്പ് ഓർഡറിലെയും സഹതാരങ്ങളെ പരമാവധി പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഋതുരാജിന് വലിയ സമ്മർദ്ദങ്ങളില്ലാതെ ടോപ്പ് ഓർഡറിൽ കളിക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ബാറ്റിംഗിന്റെ കാര്യത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെല്ലാം മറികടന്ന് ഇക്കുറി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ചെന്നൈ ടീമിന് സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. പലപ്പോഴും പ്രതിസന്ധികളിൽ നിന്ന് ശക്തമായി തിരിച്ചു വന്ന ചരിത്രമാണ് ചെന്നൈ ടീമിനുള്ളത്. ഒരു IPL സീസണിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുക എന്ന വലിയ നാണക്കേട് ചെന്നൈ കഴിഞ്ഞ സീസണിലാണ് ആദ്യമായി ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മോശം സാഹചര്യത്തിൽ നിന്ന് ചെന്നൈയെ തിരിച്ചു കൊണ്ടുവരാൻ ഋതുരാജും സഞ്ജുവും ആയുഷ് മാത്രയും ശിവൻ ദുബെയും ഡിവാൾ ബ്രവിസുമെല്ലാം അടങ്ങുന്ന സംഘത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. ആരൊക്കെ ടീമിലുണ്ടെങ്കിലും റൺവേട്ടയുടെ കാര്യത്തിൽ മത്സരം ഋതുരാജും സഞ്ജുവും ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.